വചനദീപം. വളരെയധികം സംസാരിക്കുന്ന സ്വഭാവമുള്ള ഒരാൾ സംസാരം തുടങ്ങി. കുറേ നേരം അയാൾ നിർത്താതെ സംസാരിച്ചു. അപ്പോൾ കേട്ടുകൊണ്ട് നിന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞു, സഹോദരാ, പാരഗ്രാഫായിട്ട് സംസാരിക്കാതെ വാചകങ്ങളായിട്ട് സംസാരിക്കുക. ഇന്ന് നാം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭാഗം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അത് ഒറിജിനൽ ഭാഷയിൽ ഒറ്റ വാചകമാണ്. 11 വാക്യങ്ങൾ, ഒറ്റ വാചകം. ഇംഗ്ലീഷിലും അതുപോലെ മലയാളത്തിലും അതുപോലെ മറ്റ് ഭാഷകളിലും അവരത് തർജ്ജമ ചെയ്തപ്പോൾ അർത്ഥം മനസ്സിലാകുവാൻ വേണ്ടി അവർ വാചകങ്ങളാക്കി തിരിച്ചു, കോമയും ഒക്കെ ഇട്ട് അർത്ഥം മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒറിജിനലി ഇതൊരൊറ്റ വാചകമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇവിടെ ഈ വാചകത്തിൽ പൗലോസ് തുടങ്ങുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അത് ഒറിജിനൽ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ദൈവം വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്നാണ് ഭാഷ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ വാചകത്തിൽ അല്ലെങ്കിൽ ഈ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പ്രധാനമായും പറയുന്ന കാര്യം ദൈവം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്, അവർക്ക് ലഭിച്ച പദവികളെക്കുറിച്ചാണ്. അതിന് ഏറ്റവും പ്രധാന കാരണക്കാരൻ ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാര്യം ആദ്യം പറയുന്നത്. ഇനി ദൈവം എന്താ ചെയ്തത് എന്നത് കഴിഞ്ഞ് പറയുന്നു. ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അതാണ് ആദ്യത്തെ വാചകം. അത് പൊതുവെ ആത്മീയമായ കാര്യങ്ങൾ എഴുതുന്നവർ, പ്രത്യേകിച്ച് പൗലോസ്, ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടാണ് തൻ്റെ എഴുത്തുകൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെയും തുടങ്ങിയിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നാണ് ആദ്യത്തെ വാക്ക്. ഈ സ്വർഗത്തിലെ, ഹെവൻലീസ് എന്ന് ഇംഗ്ലീഷിൽ, ഹെവൻലി പ്ലേസസ് എന്ന് ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വർഗസ്ഥലങ്ങൾ എന്ന വാക്ക് ഇല്ല. ഹെവൻലി, സ്വർഗീയമായത് എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഭാഷ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ സ്വർഗീയമായത് അല്ലെങ്കിൽ സ്വർഗത്തിലെ എന്ന വാക്ക് ഈ പുസ്തകത്തിൽ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ 1-ാം അധ്യായം 20-ാം വാക്യത്തിലുണ്ട്, 2-ന്റെ 6-ലുണ്ട്, 3-ന്റെ 10-ലുണ്ട്, അതുപോലെ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഇവിടെയൊക്കെ ഈ സ്വർഗത്തിലെ എന്ന വാക്ക് ഉണ്ട്. ഇത് സ്വർഗമെന്ന സ്ഥലത്തുള്ള കാര്യങ്ങൾ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സൂപ്പർ നാച്ചുറലായിട്ടുള്ള അഭൗമമായ കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥലമല്ല അവിടുത്തെ പ്രത്യേകത, മറിച്ച് സ്വഭാവമാണ്. സ്വർഗീയമായത് അല്ലെങ്കിൽ ഭൗതികമായതല്ല, അഭൗമമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ അഭൗമമായ അല്ലെങ്കിൽ സ്വർഗീയമായ ആ സകല ആത്മീക അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ലഭിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കി ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണല്ലോ ആരുടെയും പ്രാർത്ഥന. ഏത് മതസ്ഥരാണെങ്കിലും അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. എന്നാൽ ഈ വാചകം പറയുന്നത് സ്വർഗത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരാമോ അതെല്ലാം യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്നാണ്. ഇതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത്, ഒരു ക്രിസ്തു വിശ്വാസി, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമകനായ ഒരാൾ ദൈവത്തെ നോക്കി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ദൈവം ഓൾറെഡി അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞുവെന്ന്. ദൈവം തനിക്ക് നൽകാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിലൂടെ നൽകി കഴിഞ്ഞു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന് ഇനി നൽകാൻ ഒരു അനുഗ്രഹവും ഇല്ലാത്തവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കാൻ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ഒരു സംഭവം ഓർക്കുന്നത് നല്ലതാണ്. നമുക്കറിയാമല്ലോ യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും കഥ. ഏശാവായിരുന്നു ആദ്യജാതൻ. പക്ഷേ ഒരു പായസം വെച്ച് അത് വിറ്റ് യാക്കോബ് ജ്യേഷ്ഠാവകാശം ഏശാവിൽ നിന്ന് കൈകൈവശമാക്കി. ഏശാവിന് ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില അറിയില്ലായിരുന്നു, യാക്കോബിന് അതിൻ്റെ വില അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവനത് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറായത്. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം അവരുടെ അപ്പനായ ഇസഹാക്കിന് കണ്ണിൻ്റെ കാഴ്ച പോയ സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഏശാവിനെ വിളിച്ച് പറഞ്ഞു, നീ എനിക്ക് വേട്ടയാടി ഇറച്ചി കൊണ്ടുവന്ന് ഭക്ഷണം താ, അത് കഴിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇത് റിബേക്ക കേട്ടു, യാക്കോബിനോട് പറഞ്ഞു നീ വേഷം കെട്ടി ചെന്ന് അനുഗ്രഹം വാങ്ങുക. അപ്പോൾ അങ്ങനെ യാക്കോബ് ഏശാവിൻ്റെ വസ്ത്രം ധരിച്ചു, കയ്യിൽ കുറേ തോലൊക്കെ വെച്ച് കെട്ടി ഏശാവിനെ പോലെ അഭിനയിച്ച് കുരുടനായ അപ്പൻ്റെ മുമ്പിൽ ചെന്ന്
അനുഗ്രഹം വാങ്ങി. അപ്പോൾ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചത് ഇത് ഏശാവാണെന്ന് വിചാരിച്ചാണ്. തനിക്കിഷ്ടമുള്ള മകനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം സകല അനുഗ്രഹങ്ങളും യാക്കോബിന് കൊടുത്തു. ഏശാവിനാണെന്ന് വിചാരിച്ചാൽ കൊടുത്തു, പക്ഷേ എല്ലാ അനുഗ്രഹവും കലവറയില്ലാതെ കൊടുത്തു. വാസ്തവത്തിൽ അദ്ദേഹം യാക്കോബിന് വേണ്ടി വേറെ ഒരു അനുഗ്രഹവും വെച്ചിട്ടില്ലായിരുന്നു. ജ്യേഷ്ഠാവകാശം കൊടുക്കുന്ന നിലയിൽ ഏശാവിനെ അദ്ദേഹം അങ്ങ് അനുഗ്രഹിക്കുകയായിരുന്നു. അനുഗ്രഹമൊക്കെ കഴിഞ്ഞു, യാക്കോബ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏശാവ് വന്നു. അപ്പോഴാണ് ഇസഹാക്കിന് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലായത്. ആ സമയത്ത് ഇസഹാക്കിനോട് ഏശാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് തരാൻ ഇനി ഒരു അനുഗ്രഹവും ഇല്ലേ അപ്പാ? അപ്പോൾ ഇസഹാക്ക് പറഞ്ഞെന്താ? ഇല്ല, അനുഗ്രഹം മുഴുവൻ ഞാൻ അവന് കൊടുത്തു, ഇനി ഒരു അനുഗ്രഹവും ശേഷിപ്പിച്ചിട്ടില്ല. ഇതേ രീതിയിലാണ് ദൈവം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ ഇനി നിങ്ങൾക്ക് തരാൻ യാതൊരു അനുഗ്രഹവും ശേഷിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ, ഇല്ല, മുഴുവൻ അനുഗ്രഹവും യേശുക്രിസ്തുവിലൂടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇനി ഒന്നും ലഭിക്കാനില്ല. അത് 3-ാം വാക്യത്തിൽ കാണുന്നു. 4-ാം വാക്യത്തിൽ, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരു വാചകത്തിൻ്റെ പകുതിയാണ്, ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. 4-ാം വാക്യത്തിൽ ദൈവം എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പറയുകയാണ്. അതെപ്പോഴാണ്, എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദ്യം പറയുന്നത് അതിൻ്റെ ഉദ്ദേശമാണ്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെത്താൻ വിശുദ്ധനാണ്, തെറ്റൊന്നും ചെയ്യാത്തവനാണ്, നിഷ്കളങ്കനാണ് എന്ന് തെളിയിക്കാൻ വളരെയധികം തത്രപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പാസ്വേഡ് ഒളിച്ചു വയ്ക്കുന്നത്. നമ്മുടെ പ്രൈവസി നമ്മൾ ആർക്കും കൊടുക്കുകയില്ല. നമ്മുടെ പാസ്വേഡ്, നമ്മുടെ ലോഗിൻ പാസ്വേഡ്, അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. കാരണം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരറിയരുത്. അതിൻ്റെ ഒരു കാരണം, നമ്മുടെ ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് നമുക്കിഷ്ടമല്ല. അത് നമുക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളാരും വിശുദ്ധരും നിഷ്കളങ്കരുമൊന്നുമല്ല. ആ കാര്യം ആരും അറിയരുത് എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ മുമ്പാകെ മനുഷ്യർ തന്നെ വിശുദ്ധരായി അല്ലെങ്കിൽ നിഷ്കളങ്കരായി അഭിനയിക്കാൻ, അങ്ങനെ ഒരു ഇമേജ് കൊടുക്കാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് അഭിനയിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാണെന്ന് തോന്നണം. അതല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സർവ്വജ്ഞാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ചിന്തിച്ച കാര്യങ്ങൾ, അതൊക്കെ ദൈവത്തിനറിയാം. 139-ാം സങ്കീർത്തനം അനുസരിച്ച് നാം ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ചിന്തിച്ച കാര്യങ്ങളും മാത്രമല്ല, നമ്മളിനി പറയാൻ പോകുന്നതും ചിന്തിക്കാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾ പോലും ദൈവത്തിനറിയാം. ഇങ്ങനെ സർവജ്ഞാനിയായ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. സാധിക്കുമോ? നമ്മെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ നമുക്ക് വിശുദ്ധനും നിഷ്കളങ്കനുമാകാൻ സാധിക്കില്ല. പക്ഷേ ദൈവം ക്രിസ്തുവിൽ നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ ജനിക്കണമെന്ന് ആലോചിച്ചിട്ട് പോലുമില്ല, അതിനേ മുമ്പ്, അതാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ, നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ ദൈവം മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മൾ ഒരു ദിവസം ദൈവം മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കും. നമ്മൾ തെറ്റ് ചെയ്യാത്തവരായിട്ടോ നമ്മുടെ ജീവിതത്തിൽ യാതൊരു കളങ്കവുമില്ലാഞ്ഞിട്ടോ അല്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയും നീതിയും നമ്മുടെ പേരിൽ കണക്കിടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കാൻ സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. പല ആളുകളും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിന് അവരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിൽ അവർക്ക് വലിയ പിടിയില്ല, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്
നമ്മൾ പെർഫെക്റ്റായി ഒരു കുറവുമില്ലാത്ത വിശുദ്ധരായി ദൈവസന്നിധിയിൽ നിൽക്കണം എന്നതാണ്. അത് യേശുക്രിസ്തുവിലാണ് സാധിക്കുന്നത്. എങ്കിലും നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റസ് അതായിരിക്കും എന്ന കാര്യം നാം ഓർക്കണം. അത് ഈ ഭൂമിയിൽ, ഈ പാപം നിറഞ്ഞ അശുദ്ധി നിറഞ്ഞ എന്ന ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നാം അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതായിരിക്കണം നമ്മുടെയും ജീവിത ഉദ്ദേശം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988-22-1957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988-22-1957. വചനദീപം